നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അവിടുത്തെ വിദേശകാര്യമന്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ചിലരൊക്കെ ഈ മരണം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില സംഘപരിവാർ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ചില കൃസംഗികൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, ഇതിനടിയിലൊക്കെ അവർ അട്ടഹസിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മരണം ഇത്രമാത്രം എങ്ങനെയാണ് ആഘോഷമാക്കാൻ പറ്റുന്നത്? മനുഷ്യർക്ക് കഴിയില്ല. സഹജീവി മരണപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ആ മൃതദേഹത്തോട് ഒരു ആദരവ് കാണിക്കണം. ഒരിക്കലും മരിച്ച മനുഷ്യനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത്. വിമർശിക്കാം, അതിനൊന്നും തെറ്റില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വിമർശിക്കാം. സാധാരണ രീതിയിൽ മനുഷ്യരൊന്നും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല, നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങൾ നടത്താറില്ല. ആ മനുഷ്യന്റെ നന്മ ഇവർ കാണാനേ ശ്രമിക്കുന്നില്ല. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ ഭാഗത്ത് എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ ആ നന്മകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ടെഹ്റാനിലെ കശാപ്പുകാരനാണ് എന്ന രീതിയിൽ വരെ, മരിച്ച സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഓൺലൈൻ മഞ്ഞ ചാനൽ, അതായത് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചാനൽ, അവർ വിശേഷിപ്പിച്ചത് ടെഹ്റാനിലെ കശാപ്പുകാരൻ എന്നാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ പടക്കം പൊട്ടിച്ച് ഇബ്രാഹിം റയീസിയുടെ മരണം ആഘോഷിക്കുന്നു എന്നാണ്. ഇറാനിലുള്ള ആളുകൾ തന്നെയാണ് റയീസിയുടെ ശത്രുക്കൾ. അവരാണ് അദ്ദേഹത്തെ വകവരുത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ഇവരോടൊപ്പം നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ, മലയാളം മാധ്യമങ്ങൾ കൂടി ചേർന്നു എന്ന് പറയുമ്പോൾ അത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അത് പുറത്തുവിടാൻ പറ്റിയ ഒരു സമയമാണോ ഇത്? ഒരു മനുഷ്യൻ മരിച്ചാൽ ഇത്തരത്തിലൊക്കെ പറയാൻ കഴിയുമോ? അതുപോലെ തന്നെ ചില ആളുകൾ അവർ വ്യാപകമായി അവരുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതായത് ഇറാൻ ഒരു പാഠം പഠിച്ചു, ഇനി ഒരിക്കലും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പോകില്ല, അമേരിക്കയെ എതിർക്കില്ല, ഇറാനിന് ഒരിക്കലും പഴയ നിലപാടിലേക്ക് പോകില്ല. അവർക്ക് വലിയ ഭയം വന്നു കഴിഞ്ഞു, വലിയ പേടി വന്നു കഴിഞ്ഞു. ഇനി ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും അവർ പിന്തുണക്കില്ല എന്ന രീതിയിലുള്ള ചിലരുടെയൊക്കെ ആഗ്രഹങ്ങൾ, സംഘപരിവാരങ്ങളുടെ ആഗ്രഹങ്ങൾ, അതവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഹമാസിനെ ഞങ്ങൾ പിന്തുണക്കും, ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ഞങ്ങൾ പിന്തുണക്കും, ഞങ്ങളുടെ പഴയ നിലപാട് തന്നെ ഞങ്ങൾ തുടരും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഘപരിവാരങ്ങൾ ഇവിടെ വ്യാപകമായി അവർ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പങ്കുവച്ച സ്ഥിതിക്ക്, അതുപോലെ തന്നെ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ പങ്കുവച്ച സ്ഥിതിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ കൊണ്ടുവരികയാണ്. ഇറാൻ പ്രസിഡന്റ് അപകടത്തിൽ മരണപ്പെട്ടു. അപകടമാണോ കൊലപാതകമാണോ? അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നു വരികയാണ്. ഇറാൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. റഷ്യ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. തുർക്കിയുടെ ഭാഗത്ത് നിന്ന് വലിയ പിന്തുണ ഈ അന്വേഷണത്തിൽ അവർ കൊടുക്കുന്നുണ്ട്. എന്നാലും ഇവിടെ മരണാനന്തര ചടങ്ങുകൾ അവസാനിക്കുന്നതിന് മുമ്പ്, അതായത് ഇറാൻ പ്രസിഡന്റിന്റെയും വിദേശകാര്യമന്ത്രിയുടെയും മരണം സംഭവിച്ചതിന് ശേഷം ആ മരണാനന്തര ചടങ്ങുകൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇസ്രായേലിലെ ഒരു സൈനിക പോസ്റ്റിന് നേരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഹിസ്ബുള്ള അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇസ്രായേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 20-ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്തേക്ക് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ 20ഓളം വരുന്ന പോരാളികൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും അതിന് പ്രതികാരം എന്നോണം ഇവിടെ ഇബ്രാഹിം റയീസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ മരണാനന്തര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിനെ ശക്തമായി ഇവിടെ ഹിസ്ബുള്ള കടന്നാക്രമിച്ചിരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇറാന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്നും മാറില്ല. അതായത് ഫലസ്തീനൊപ്പമാണ്, ഫലസ്തീൻ സ്വതന്ത്രമാകണം, അതിൽ യാതൊരുവിധ തർക്കമില്ല. ഫലസ്തീൻ സ്വതന്ത്രമാകുന്നത് വരെ അവിടെ പോരാട്ടം നടത്തുന്നു, അതിനുവേണ്ടി യുദ്ധമുഖത്തുള്ള മുഴുവൻ സംഘങ്ങളെയും ഞങ്ങൾ സഹായിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തമാക്കിയതിന് പിന്നാലെ തന്നെ ഹിസ്ബുള്ള ശക്തമായ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാനിൽ ഇവിടെ ഇബ്രാഹിം റയീസിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കെ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനും അറസ്റ്റ് വാറന്റ് ഉണ്ട്. എന്തായാലും ഈ അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ അദ്ദേഹം പങ്കെടുത്ത ഒരു പൊതുപരിപാടി, ആദ്യത്തെ പൊതുപരിപാടിയാണിത്. ഇവിടെ നേരത്തെ തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നൊരു അനുശോചന സന്ദേശം
അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും കരുത്തു പകർന്ന ഒരു നേതാവാണ്, ഞങ്ങളെ മുന്നോട്ട് നയിച്ച ഒരു നേതാവാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ മുഴുവൻ സഹായവും ഊർജവും നൽകിയ ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മരണാനന്തര ചടങ്ങുകളിൽ ഇസ്മായിൽ ഹനിയെ പങ്കെടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ ഇറാന് കൂടുതൽ പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പെയിനും നോർവേയും അയർലൻഡും ഒക്കെ ഫലസ്തീനെ ഈ വരുന്ന 28-ന് ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കും എന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ അംബാസഡറോട് അവിടെ നിന്നും കടന്നു പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തേക്ക് വരണ്ട, ഇവിടെ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞ് ആട്ടിവിടുന്ന ഒരു സാഹചര്യം കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വല്ലാതെ അങ്ങ് ആഹ്ലാദിക്കരുത് എന്നാണ് എനിക്ക് ഇവിടുത്തെ സംഘപരിവാരങ്ങളോടും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഓൺലൈൻ മഞ്ഞ ചാനലുകാരോടും പറയാനുള്ളത്. കാരണം ഇറാൻ എന്തായാലും നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറിയിട്ടില്ല. അതുപോലെ തന്നെ ഇറാനെ പിന്തുണക്കുന്ന, ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ അവരിപ്പോഴും ആ നിലപാടിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവരൊരു നിലപാടിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരു ഇബ്രാഹിം റയീസിയെ കൊലപ്പെടുത്തിയാൽ 1000 ഇബ്രാഹിം റയീസിമാർ അവർ ജന്മമെടുക്കും. തീർച്ചയായും ശക്തമായ തിരിച്ചടി വരും ദിവസങ്ങളിൽ ഇവിടെ ഇസ്രായേലിനാണെങ്കിലും അതുപോലെ തന്നെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾക്കും അത് കിട്ടിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.